ഹായ് നമസ്കാരം. കേരളത്തിനകത്ത് ഈ വർഷം ബി.എസ്.സി നഴ്സിംഗ് അഡ്മിഷൻ, ജി.എൻ.എം, എ.എൻ.എം തുടങ്ങിയിരിക്കുന്ന കോഴ്സുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട പ്രധാന കാര്യം കേരളത്തിനകത്ത് 24ഓളം വരുന്ന കോളേജുകളുടെ INC റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിനകത്ത് ബി.എസ്.സി നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിനകത്ത് INCൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കേരളത്തിനകത്ത് മലപ്പുറം, അതേപോലെ തന്നെ തൃശ്ശൂർ, വയനാട് തുടങ്ങിയിരിക്കുന്ന പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് അഡ്മിഷൻസ് അല്ലെങ്കിൽ നഴ്സിംഗ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കോളേജിൻ്റെയും INC റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ വർഷം എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിനകത്ത് INCൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ചില ആളുകൾ പറയും INCൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നഴ്സിംഗ് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം അത് മതിയില്ലേ എന്ന് ചോദിക്കും. അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. അതായത് നിങ്ങൾക്ക് കേരളത്തിനകത്ത് മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ധാരണയിലാണ് എന്നുണ്ടെങ്കിൽ സാധാരണ നഴ്സിംഗ് എടുത്തിട്ട് അങ്ങനെ നഴ്സിംഗ് വിദ്യാർത്ഥികളാരും അങ്ങനെ ചിന്തിക്കാറ് പോലും ഇല്ല. ഓക്കെ, കേരളത്തിനകത്ത് മാത്രമേ ഞാൻ നഴ്സിംഗ് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് ആണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, കേരളത്തിനകത്ത് വർക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. അതല്ല, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് കൺട്രീസിലേക്കോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി INCൻ്റെ അപ്രൂവൽ നിർബന്ധമാണ്. ഓക്കെ, ഇത് കേരളത്തിലെ കഥ മാത്രമല്ല. നിങ്ങളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളും മംഗലാപുരം, ബാംഗ്ലൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ തുടങ്ങിയിരിക്കുന്ന കോളേജുകളാണ് നഴ്സിംഗ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് എന്താണ്, നിങ്ങളുടെ അത്യാവശ്യമാണ്. ഓക്കെ, ഏതൊക്കെ കോളേജുകളാണ് കേരളത്തിനകത്ത് ഏതൊക്കെ കോളേജുകളാണ് INCൻ്റെ അപ്രൂവൽ നഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നഴ്സിംഗ് നോക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചോളൂ. ഞാൻ ലിസ്റ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, ഏതൊക്കെ കോളേജിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.